ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രീക്വൻസി പോളിഗണെ കുറിച്ചാണ്. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോഗ്രാമിൻ്റെ റെക്റ്റാങ്കിളിലൂടെ മധ്യബിന്ദുക്കളെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ചേർത്ത് വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം അതിൻ്റെ മിഡ് പോയിന്റുകളെ നമ്മൾ കണ്ടെത്തുന്നു. ആ മിഡ് പോയിന്റുകളെ ഒരു ലൈൻ ഉപയോഗിച്ച്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് നമ്മളൊരു ഗ്രാഫ് രൂപീകരിക്കുന്നു. ഇതിനെയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ പറയുന്നു. ഒന്നാമത്തത്, ഡിസ്ക്രീറ്റ് സീരീസിൽ നിന്നും കണ്ടിന്യൂസ് സീരീസിൽ നിന്നും നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ കഴിയും. ഡിസ്ക്രീറ്റ് സീരീസിൽ നിന്നാണ് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത് എങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ ചരം അഥവാ വേരിയബിളിനെ അടയാളപ്പെടുത്തുന്നു, വൈ ആക്സിസിൽ ഫ്രീക്വൻസിയെയും രേഖപ്പെടുത്തുന്നു. ശേഷം ഓരോ ചരത്തിനും കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസി അടയാളപ്പെടുത്തി ഈ പോയിന്റുകളെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത്. ഇനി കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന് ഹിസ്റ്റോഗ്രാമോട് കൂടിയും മറ്റൊന്ന് ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും. ഒന്നാമത്തത് നമുക്ക് വിശദീകരിക്കാം. ഹിസ്റ്റോഗ്രാമോടുകൂടി ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെയാണ് കണ്ടെത്തുക? ഇവിടെ നമ്മൾ ആദ്യം ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം ഓരോ റെക്റ്റാങ്കിളിൻ്റെയും മധ്യബിന്ദു നമ്മൾ കണ്ടെത്തുന്നു. അതായത് ആ ക്ലാസിൻ്റെ മധ്യബിന്ദു തന്നെയായിരിക്കും റെക്റ്റാങ്കിളിൻ്റെയും മധ്യബിന്ദു. ശേഷം ഈ മധ്യബിന്ദുക്കളെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ ലഭിക്കും. അപ്പോൾ നമുക്ക് തന്ന ഡാറ്റ ഉപയോഗിച്ച് ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഓരോ ബാറിൻ്റെ മുകളിലും അതിൻ്റെ മധ്യബിന്ദു രേഖപ്പെടുത്തി ആ ബിന്ദുക്കളെയാണ് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തത്, ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നില്ല, മറിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയുടെ അല്ലെങ്കിൽ ക്ലാസിൻ്റെ മധ്യബിന്ദു നമ്മൾ കണ്ടെത്തുന്നു. അതിനുശേഷം ഈ ഓരോ മധ്യബിന്ദുവിൻ്റെയും അല്ലെങ്കിൽ മിഡ് പോയിൻറ്റിൻ്റെയും കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസി നമ്മൾ രേഖപ്പെടുത്തുന്നു. ശേഷം നമ്മൾ ഈ പോയിന്റുകളെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെയാണ് അല്ലെങ്കിൽ മിഡ് പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നതെങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് മിഡ് പോയിന്റ് ആയിരിക്കണം. അപ്പോൾ ആ ഓരോ മിഡ് പോയിന്റിൻ്റെയും കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസി നമ്മൾ രേഖപ്പെടുത്തുന്നു. ശേഷം അവയെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെ വരയ്ക്കാം. ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. അതിന് എക്സും വൈയും നമ്മൾ വരയ്ക്കുന്നു. എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിൾ അഥവാ ഇവിടെ തന്നിരിക്കുന്ന ഇൻകം രേഖപ്പെടുത്തുന്നു. വൈ ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് രേഖപ്പെടുത്തുന്നത്. ഒരു കാര്യം ഓർമ്മിക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയെ അതുപോലെ രേഖപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം
ആ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഫ്രീക്വൻസി രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ എക്സ് ആക്സിസിൽ 0, 10, 20, 30, 40, 50 വരെ നമ്മൾ രേഖപ്പെടുത്തി. വൈ ആക്സിസിൽ നമ്മൾ 5, 10, 15, 20 എന്ന യൂണിറ്റ് ഓഫ് മെഷർമെൻ്റാണ്, അതായത് 1 സെൻറ്റിമീറ്റർ 5 ഫ്രീക്വൻസിയെ ഉൾക്കൊള്ളുന്നു എന്ന യൂണിറ്റ് ഓഫ് മെഷർമെൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഹിസ്റ്റോഗ്രാം നമ്മൾ മുമ്പ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഓരോ ക്ലാസ്സിൻ്റെയും 0, 10 എന്ന ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയായ 5 നേരെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസി അനുസരിച്ച് റെക്റ്റാങ്കിളുകൾ വരയ്ക്കുന്നു. അതിനുശേഷം ഓരോ റെക്റ്റാങ്കിളിൻ്റെയും മധ്യബിന്ദു, ഒന്നാമത്തെ ക്ലാസ് 0, 10 എന്ന ക്ലാസ്സിൻ്റെ റെക്റ്റാങ്കിളുണ്ട്. അതിൻ്റെ മധ്യബിന്ദു നമ്മൾ 0, 10ൻ്റെ മധ്യബിന്ദു 5 ആയിരിക്കും. അപ്പോൾ റെക്റ്റാങ്കിളിൽ 5 എന്ന അളവിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു. അതുപോലെ 10, 20 എന്നതിൻ്റെ മിഡ് പോയിൻ്റ് 15 ആയിരിക്കും. ആ 15ന് നേരെ നമ്മളൊരു പോയിൻ്റ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ റെക്റ്റാങ്കിളുടെയും മധ്യബിന്ദു രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഗ്രാഫാണ് ലഭിക്കുക. ഒരു ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഗ്രാഫാണ്. ഇതിൻ്റെ 2 അറ്റങ്ങളും ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മൾ വരച്ച ഈ ഗ്രാഫിൻ്റെ 2 അറ്റങ്ങളെയും നമ്മൾ എക്സ് ആക്സിസിലേക്ക് ചേർത്ത് വരയ്ക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എക്സ് ആക്സിസിൻ്റെ മൈനസ് ഭാഗത്തേക്ക് -10 എന്ന അളവിൽ ഒരു ക്ലാസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അതിൻ്റെ മധ്യബിന്ദു -5, ആ മധ്യബിന്ദുവിലേക്ക് നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഇടത്തെ അറ്റത്തെ നീട്ടി എക്സ് ആക്സിസിൽ ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ തന്നിരിക്കുന്ന ഡാറ്റയിൽ അവസാനത്തെ ക്ലാസ് 40, 50 ഇവിടെ 60 എന്ന ഒരു ക്ലാസ് ഉണ്ടെന്ന് കൂടി നമ്മൾ സങ്കല്പിക്കുന്നു. 50, 60 എന്നതിൻ്റെ മധ്യബിന്ദു 55 നിങ്ങൾക്കറിയാം. ആ 55 എന്ന പോയിൻ്റ് നമ്മൾ എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇതിൻ്റെ വലതുഭാഗത്തുള്ള അറ്റത്തെ എക്സ് ആക്സിസിലേക്ക് നീട്ടി വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് പൂർണ്ണമായും ക്ലോസ്ഡ് ആയ ഒരു ഗ്രാഫ് ലഭിക്കുന്നു. ഇതാണ് ഫ്രീക്വൻസി പോളിഗൺ. ഇനി നമ്മൾ പറയുന്നത് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ എങ്ങനെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. ഹിസ്റ്റോഗ്രാം ഇല്ലാത്ത ഫ്രീക്വൻസി പോളിഗൺ കാണണമെങ്കിൽ നമ്മൾ മിഡ് പോയിൻ്റ് കാണണം. അതുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയുടെ മിഡ് പോയിൻ്റ് ആദ്യം കണ്ടെത്തണം. ഇവിടെ 0, 10 എന്ന ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ് 5 10, 20ൻ്റെ 15, 20, 30ൻ്റെ 25, 30, 40ൻ്റെ 35, 40, 50 എന്നതിൻ്റെ 45. അപ്പോൾ ആദ്യം നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടെത്തുന്നു. ശേഷം എക്സ് വരയ്ക്കുന്നു, വൈ വരയ്ക്കുന്നു. എക്സ് ആക്സിസ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് മിഡ് വാല്യൂ ആണ് അടയാളപ്പെടുത്തുന്നത്. വൈ ആക്സിസ് നമ്മൾ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുന്നു. ശേഷം ഓരോ മിഡ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസികൾ നമ്മൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെ രേഖപ്പെടുത്തിയതിന് ശേഷം ഈ പോയിന്റുകളെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ചേർത്ത് വരയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു അൺക്ലോസ്ഡ് ഗ്രാഫാണ്. നമുക്കിതിനെ ഒരു ക്ലോസ്ഡ് ഗ്രാഫാക്കി മാറ്റാൻ ഈ ഗ്രാഫിനെ ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും എക്സ് ആക്സിസിൽ ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ നീട്ടി വരയ്ക്കണം.
ഇവിടെ നമ്മുടെ ആദ്യത്തെ മിഡ് പോയിന്റ് 5 ആണ്. അതുകൊണ്ട് അതിൻ്റെ എക്സിൻ്റെ നെഗറ്റീവ് ഭാഗത്തേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെ -5 എന്ന അളവ് നമുക്ക് ലഭിക്കും. കാരണം -10 എന്നതായിരിക്കും അവിടുത്തെ ക്ലാസ്. ആ ക്ലാസിൻ്റെ മധ്യബിന്ദു -5. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രാഫിനെ എക്സിൻ്റെ നെഗറ്റീവ് റേഞ്ചിലേക്ക് നീട്ടി വരയ്ക്കുന്നു. ഇതിൻ്റെ വലതുഭാഗത്ത് അവസാനത്തെ ക്ലാസ് എന്ന് പറയുന്നത് 40-50 ആണ്. അതിൻ്റെ മിഡ് പോയിന്റ് 45 ആണ്. ഇനി അടുത്ത ക്ലാസ് 50-60 ആയിരിക്കും. 50-60ൻ്റെ മിഡ് പോയിന്റ് 55 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 55 എന്ന ബിന്ദു എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തി ഈ ഗ്രാഫിനെ എക്സ് ആക്സിസിലേക്ക് നീട്ടി വരയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ക്ലോസ്ഡ് ഗ്രാഫാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയാണ് മിഡ് പോയിന്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത്. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രീക്വൻസി കർവുകളെ കുറിച്ചാണ്. ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഫ്രീക്വൻസി കർവുകൾ വരയ്ക്കുന്നത് ഫ്രീ ഹാൻഡായാണ് അല്ലെങ്കിൽ സ്മൂത്ത്ഡ് ലൈനുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഫ്രീക്വൻസി കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഹിസ്റ്റോഗ്രാമിലെ മിഡ് പോയിന്റുകളെ കണ്ടെത്തണം, അല്ലെങ്കിൽ ക്ലാസിൻ്റെ മിഡ് പോയിന്റുകളെ കണ്ടെത്തണം. എന്നിട്ട് ആ പോയിന്റുകളെ നമ്മൾ യോജിപ്പിക്കുന്നത് ഫ്രീ ഹാൻഡായി വരയ്ക്കുന്നു, അല്ലെങ്കിൽ സ്മൂത്ത്ഡ് ലൈനുകൾ ഉപയോഗിച്ച് വരയ്ക്കുന്നു. അപ്പോൾ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കില്ല. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ ആ ബിന്ദുക്കളെ മുഴുവൻ ചേർത്ത് വരച്ചാൽ നമുക്ക് ഫ്രീക്വൻസി കർവ് ലഭിക്കും. ഇപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത് പോലെ തന്നെ ഫ്രീക്വൻസി കർവും നമുക്ക് 2 രൂപത്തിൽ വരയ്ക്കാം. ഒന്ന് ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചും വരയ്ക്കാം, രണ്ടാമത്തെ ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും ഫ്രീക്വൻസി കർവുകൾ വരയ്ക്കാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഡാറ്റയുടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. എക്സ് ആക്സിസിൽ നമ്മൾ ഇൻകം അടയാളപ്പെടുത്തുന്നു, വൈ ആക്സിസിൽ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുന്നു. ശേഷം 0, 10, 20 എന്ന ക്ലാസുകൾ എക്സ് ആക്സിസിലും ഫ്രീക്വൻസി യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഉപയോഗിച്ച് 5, 10, 15 എന്ന് വൈ ആക്സിസിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇനി നമ്മൾ ഹിസ്റ്റോഗ്രാം നമ്മൾ മുമ്പ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഓരോ ക്ലാസിൻ്റെയും 0, 10 എന്ന ക്ലാസിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയായ 5 നേരെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇങ്ങനെ ഓരോ ക്ലാസിൻ്റെയും ഫ്രീക്വൻസി അനുസരിച്ച് റെക്റ്റാങ്കിളുകൾ വരയ്ക്കുന്നു. ശേഷം ഓരോ ക്ലാസിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ റെക്റ്റാങ്കിളിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ബിന്ദുക്കളെ നമ്മൾ ഫ്രീ ഹാൻഡായി നമ്മൾ ചേർത്ത് വരയ്ക്കുന്നു. അത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ക്ലോസ്ഡ് ഗ്രാഫ് ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് റേഞ്ചിലേക്കും അതുപോലെ തന്നെ അവസാനത്തെ ക്ലാസിൻ്റെ വലതുഭാഗത്തേക്കും നമ്മൾ ഓരോ ക്ലാസുകൾ കൂടി സങ്കല്പിക്കുന്നു. എന്നിട്ട് ആ ക്ലാസുകളുടെ മിഡ് പോയിന്റുകളിലേക്ക് നമ്മൾ ഈ ലൈനുകളെ നമ്മൾ നീട്ടി വരയ്ക്കുന്നു. അങ്ങനെ വരച്ചാൽ നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഫ്രീക്വൻസി കർവ് ലഭിക്കും. അപ്പോൾ ഫ്രീക്വൻസി കർവും ഫ്രീക്വൻസി പോളിഗണും തമ്മിലുള്ള വ്യത്യാസം, ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ ഫ്രീക്വൻസി കർവ് നമ്മൾ നിർമ്മിക്കുന്നത് ഫ്രീ ഹാൻഡായിട്ടാണ്. ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ എങ്ങനെയാണ് ഫ്രീക്വൻസി കർവ് വരയ്ക്കാൻ നോക്കാം. ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടെത്തണം. ഇവിടെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. എക്സും വൈയും നമ്മൾ വരയ്ക്കുക. എക്സിൽ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തുക, വൈ ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. ഓരോ മിഡ് പോയിന്റിൻ്റെയും കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസികൾ അടയാളപ്പെടുത്തുന്നു. അത് 5, 15 നേരെ 11, 25 നേരെ 20, 35 നേരെ 22, 45 നേരെ 16,
എന്നിങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇവയെ നമ്മളൊരു ഫ്രീ ഹാൻഡായി ഇവയെ യോജിപ്പിക്കുന്നു. ശേഷം എക്സിൻ്റെ നെഗറ്റീവ് റേഞ്ചിലേക്കും എക്സിൻ്റെ വലതുഭാഗത്തേക്കും ഓരോ ക്ലാസ്സുകൾ കൂടി നമ്മൾ സങ്കല്പിച്ച് എക്സ് ആക്സിസിലേക്ക് ഈ ലൈനിനെ നമ്മൾ നീട്ടി വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഗ്രാഫ് ലഭിക്കും. ഇതിനെ നമ്മൾ ഫ്രീക്വൻസി കർവ് എന്ന് വിളിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമുക്ക് ഉടനെ നേരിൽ കാണാമെന്ന പ്രതീക്ഷയോട് കൂടി. ഓക്കെ, താങ്ക് യു.